ഹായ്, അപ്പോൾ നമ്മൾ അന്നത്തെ റെഡി ആക്കിയാലോ. ഈ വണ്ടി നമുക്ക് പോളിഷിന് വന്നാണ്, ഡീറ്റെയിലിംഗ് വന്ന വണ്ടിയാണ്, സ്വിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മൾ എയർലോയ്സിൻ്റെ കളറൊന്ന് അപ്ഡേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ദെൻ ഫൈനലി നമ്മൾ ഫ്രോൺസ് നമ്മൾ ഓൾറെഡി കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡെലിവറിയും കാര്യങ്ങളും ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീലും കാര്യങ്ങളും ഇട്ടിട്ട് മൊത്തം സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഫ്രോൺസ് കംപ്ലീറ്റ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ വീഡിയോ നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീല് അതേപോലെ ഈ ലൈറ്റ്സ് ഇങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ലെറ്റർ ഉണ്ടല്ലോ, ഈ ലെറ്റർ നമുക്കൊന്ന് ഒഴിവാക്കണം കേട്ടോ. ഫ്രോൺസ് എന്നുള്ള നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ നാഫി ലെറ്ററൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതില്ലാത്തതാണ് വണ്ടിൻ്റെ രസം. കാരണം ക്രോമിൽ ബ്ലാക്ക് ആക്കാം, അപ്പോൾ പ്ലെയിനായി. അതേപോലെ ഈ നെക്സ്റ്റ് എടുത്ത് ഒഴിവാക്കണം, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഈ ഒരു വണ്ടി നമുക്ക് റിവീൽ ചെയ്യണം. ഒക്കെ സെറ്റാണ്, ഫുൾ ഒക്കെ സെറ്റല്ല വിധം. അപ്പോൾ നമ്മളിത് അതിന് ആ ഗോൾഡൻ കളർ ക്ലോത്ത് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മളെ എക്സ്ട്രാ വർക്ക് ബാക്കി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നത്തെ. അപ്പോൾ നമ്മൾ ആ നെക്സൻ്റെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ്. ബാക്കിൽ ഒരു ലോഗോ ഉണ്ടായിരുന്നു, ഫ്രോൺസിൻ്റെ ലെറ്റർ ഒഴിവാക്കി. അതേപോലെ ഇവിടെയുള്ള നെക്സ എന്നുള്ള അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഗോൾഡ് ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ബ്ലൂവിലേക്ക്, കാരണം ഗോൾഡ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു, അപ്പോൾ ബ്ലൂ കുറച്ചായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്ലൂ കളറിലേക്ക് അല്ലേ റനീസ, ബ്ലൂ അല്ല സെറ്റ്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ക്ലോത്ത് ആയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഇടും കേട്ടോ, സെപ്പറേറ്റ്. ശരി, ആ ഞാല റെഡി, 1 2 2 3. അപ്പോൾ നമ്മളെ റിവ്യൂലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി സെറ്റാണ്. എന്തായാലും ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, റണ്ണീസ് വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ വീഡിയോ എടുക്കാൻ പോകാൻ കേട്ടോ. എൻ്റെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും കുറച്ച് റീൽസിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ മൂപ്പർ നമ്മൾ കൂടെ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഇറക്കുകയാണ് കേട്ടോ. ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തുക്കണില്ലേ? അപ്പോൾ റനീസ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹൈവേ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് വേറൊരു സ്പോട്ടാണ്. കാരണം നമുക്ക് സ്പോട്ടൊക്കെ പോയിപ്പോൾ ഇനി പഴയ പോലെ വല്ല കുന്നുമ്മലോ മലയിലൊക്കെ പോകേണ്ടി വരും. ഏകദേശം റോഡ് പണിയൊക്കെ ഫിനിഷ് ആവാനായി. ഇതിപ്പോൾ അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ 1-2 വണ്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് കോട്ടക്കൽ കോഴിക്കോട് റോഡിൻ്റെ അടിയിലാണ്. കുളപ്പുറം VK പടി കഴിഞ്ഞിട്ട് കുളപ്പുറം എന്ന് പറയും ആ സ്ഥലത്ത്. നമ്മുടെ ഷോപ്പിന് ജസ്റ്റ് 1 കിലോമീറ്റർ അടുത്ത്. ഇപ്പോൾ ഏകദേശം ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല വെയിലാട്ടോ. നമ്മളിത് ആ വീടെടുക്കാൻ പോയി വന്നപ്പോഴേക്കും നമ്മളെ ക്രിസ്റ്റയുടെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ, കോട്ടിങ്ങും ഫ്രണ്ട് സ്റ്റേജാണ് തോന്നുന്നൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മൾ ആംബിയൻസ് ലൈറ്റ് കണ്ടോ, ഡോറിൻ്റെ ഈ സ്ട്രിപ്പ് കണ്ടോ, ഇത് മുകളിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കട്ടിങ് ഇങ്ങനെ തന്നെ ലോങ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൻ്റെ അകത്ത് ഒരു Diamond 2K ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഡാഷിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഒരു ആംബിയൻസ് ലൈറ്റ് കണ്ടിന്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഒരുപാട് മോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓണാക്കുന്ന സമയത്ത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ ഓണാക്കി വരും. കണ്ടോ, ഇതിപ്പോൾ ഒരു മോഡാണ്. ഈ ഒരു മോഡ് മാത്രമല്ല, ഒരുപാട് മോഡുകൾ നമുക്ക് ഇതിലുണ്ട്. അത് റിമോട്ട് വഴി നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, iOS ആണെങ്കിലും അതിൻ്റെ ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും നിരവധി മോഡലുകൾ, നിരവധി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്ര മോഡലുകൾ ഇതിൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ ഫങ്ഷനിലുണ്ട് കേട്ടോ. അത്രയ്ക്ക് മോഡലുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഡാഷിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ ശുദ്ധ മാനുവൽ സ്വിച്ചാണ് കേട്ടോ. അടിഭാഗത്തുള്ളത് ബാക്ക് സീറ്റിലുണ്ട് കേട്ടോ. ഇത് മാനുവലായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 രീതിയിൽ നമുക്കിത് ഫങ്ഷൻ ആക്കാൻ പറ്റും. മാനുവലായിട്ട്, റിമോട്ട്, അതേപോലെ മൊബൈൽ ആപ്പ് വഴി.
അതിനിടയ്ക്ക് നമുക്ക് വേറൊരു ഫ്രോൺസ് വർക്കിന് വന്നിട്ടുണ്ട്. ഫ്രോൺസിൻ്റെ സബും കാര്യങ്ങളൊക്കെ ഓൾറെഡി കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയറിംഗ് കിറ്റും അതേപോലെ തന്നെ വൂഫർ അതേപോലെ തന്നെ ആമ്പ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ബിലാൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബോക്സും കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സെറാമിക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രോൺസ് ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട്. മറ്റേത് നമ്മളെ ക്രിസ്റ്റ ഡെലിവറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫൈനൽ സ്റ്റാർട്ട്. ഈ വണ്ടി നമുക്ക് സെറാമിക് കൊണ്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് എൻക്വയറിക്ക് വന്നാണ്, കൺഫേം ഇല്ല. ഈ വണ്ടി നമുക്ക് കൺഫേം ആണ് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. വണ്ടി കോഴിക്കോട് നിന്നാണ് കേട്ടോ. പിന്നെ ക്രിസ്റ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നാളെ ഡെലിവറി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് വരാതെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് സെറാമിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് വണ്ടി കേട്ടോ. എൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് കുറച്ച് സമയം ഞാൻ ഷോപ്പിലില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കൺഫേം അല്ല കേട്ടോ. അത് കൺഫേം ആണേ. നമ്മളെ ബ്ലാക്ക് വണ്ടി കൺഫേം ആയില്ല കേട്ടോ. ഒരു കൊട്ടേഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ നേരെ ലാൻഡ് മാർക്ക് പോകാം. നമുക്ക് അവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട്. ലാൻഡ്സ്കേപ്പ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. ഫോർച്യൂണർ കണ്ണൂരുള്ള വണ്ടി കേട്ടോ. അപ്പോൾ മുമ്പ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റമർ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു ലാൻഡ് മാർക്കിലേക്ക് ഒരു ഫ്രണ്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യണം. ഒരാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വരാനുണ്ട് വണ്ടി. അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ എവിടെ എത്താൻ, നമ്മൾ കടവിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താനായിട്ടാണ് പോയിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സിൽവർ ഇന്നോവ കൊടുക്കുന്ന പോലെ നമ്മൾ രാമനാട്ടുകര സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. ഒരു കോഴിക്കോടുള്ള കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കുകയാണ്. പിന്നെ ഫോർച്യൂണറും ഇതിൽ കയറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി മാറ്റിയതാണ്. അതേപോലെ സിവിക്ക് ഇതിൽ കയറ്റണം. പിന്നെ ലാവണ്ടർ ഒന്ന് രണ്ട് ചെറിയ വർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അതേപോലെ നമ്മളെ ബ്ലാക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 3 സിവിക്കാണ് വൺ ടൈമിലുള്ളത് കേട്ടോ. ബ്ലാക്കും ലാവൻഡറും ദെൻ ഫൈനലി ബ്ലൂ. അപ്പോൾ ഏകദേശം ഇന്നത്തെ ടൈം ഇവിടെ തീരാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുക, നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം.